ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നീറ്റ്സ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂൺ സ്പെഷ്യലുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നല്ല ചുവന്ന കോര തേങ്ങ അരച്ച കറി, അതുപോലെ ചുവന്ന കോര പൊരിച്ചെടുത്തതും. അപ്പോൾ ചുവന്ന കോര പുതിയ അപ്പിളക്കോര എന്നൊക്കെ ഇവിടെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ചുവന്ന കോര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് നമ്മളൊരു കറിയും വയ്ക്കുന്നുണ്ട്, ഇത് പൊരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ തക്കാളി, ഒരു വലിയ ഉള്ളി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, 2-3 പച്ചമുളക് ആവാട്ടോ. അതൊക്കെ അരിഞ്ഞ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കറി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ വലിയ ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളി നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ഒരു വലിയ തക്കാളി ഒന്നേ എടുത്തുള്ളൂ, അത് മതിയാവും. ഇനി നമ്മളൊരു ഫ്രൈ പാന് നമ്മൾ വെച്ചിട്ട് ചൂടാക്കി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇടാൻ പോവുകയാണ്. ഇനി ഇത് ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ മൺചട്ടിയിൽ വെച്ചിട്ട് ഗ്യാസിൽ ചെയ്യുമ്പോൾ ചട്ടിക്കൊരു പിടുത്തമുണ്ടാവും, അത് വേണ്ടാന്ന് വരുത്തിയിട്ടാണ് ഫ്രൈ പാനിൽ ഞാൻ ആദ്യം ഒന്ന് വറവിട്ടതിന് ശേഷമാണ് മൺചട്ടി എടുക്കുന്നത്. ഇനി എണ്ണ ചൂടാക്കി വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാക്കി വന്നിട്ടുണ്ട്. അതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. വലിയ ഉള്ളിക്ക് പകരം ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ഉള്ളി ആകുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ കറിക്ക് ശേഷം നമ്മൾ വറവിടുന്നില്ല, ഫസ്റ്റ് തന്നെ ഇത് വറവിട്ടിട്ടാണ് ഈ കറി വയ്ക്കുന്നത്. അപ്പോൾ കറി തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് ശേഷം വറവിടേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വഴന്ന് വരുന്നിട്ട് ഇതിലേക്ക് തക്കാളി ചേർക്കുകയാണ്. തക്കാളി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. അങ്ങനെ തക്കാളി വഴന്ന് വരുന്ന സമയത്ത് പച്ചമുളക് കൂടെ ആഡ് ചെയ്യുകയാണ്. പച്ചമുളക് ആഡ് ചെയ്തു. ഇനി ഈ പച്ചമുളക് ഒന്ന് വഴന്ന് വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ മൺചട്ടിയിലേക്ക് മാറ്റുകയാണ്. മൺചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിലിടയ്ക്ക് നമ്മൾ പുളി, അതുപോലെ കുറച്ച് പുളി എടുത്തിട്ട് ആവശ്യത്തിന് പുളി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ് പാകത്തിന്, അതൊക്കെ ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. കുതിർത്ത് വെച്ചിട്ടുള്ള പുളി ഇതിലേക്ക് ഇടുകയാണ്. അങ്ങനെ പുളി നന്നായിട്ടൊന്ന് ഇതിലേക്ക് പിഴിഞ്ഞ് പാർന്നതിന് ശേഷം നമ്മുടെ അരയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസാണ് 2 പച്ചമുളക്, കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ചിരവിയ തേങ്ങ, അതുപോലെ 2-3 ചെറിയ ഉള്ളി. ഇതെടുത്തിട്ട് നമ്മൾ കറിയിലേക്ക് നന്നായിട്ട് തരിപ്പായിട്ട് അരച്ചെടുക്കും. നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായി അരച്ചെടുത്തിട്ട് നമ്മുടെ കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരവെടുത്തൊഴിക്കുകയാണേ. അരവെടുത്തൊഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ചെടുക്കട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കുക. എന്തായാലും നല്ലൊരു സൂപ്പർ കറിയാണ്. തേങ്ങ അരച്ച കറി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായിരിക്കും. മുളകിട്ട് കഴിക്കുന്നവരുണ്ട്, മുളകിട്ട കറി കഴിക്കുന്നവരുണ്ട്. ഇത് തേങ്ങ അരച്ച കറിയാകുമ്പോൾ ഒരു വെറൈറ്റി അല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രഷാക്കിയിട്ടുള്ള മീൻ എടുത്തിടുകയാണ്. മീനിട്ട് നന്നായിട്ടൊന്ന് ഇത് കൂടുതൽ മീനിട്ടതിന് ശേഷം അരപ്പ് ഇതോടെ ഒന്ന് തിളച്ച് വന്നാൽ മതി. അതിന് ശേഷം കറിവേപ്പിലയുടെ കൂടുതലായി കഴിഞ്ഞാൽ ചുവന്ന കോര പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ചെയ്യില്ല, നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ചുവന്ന കോര പൊരിക്കാനുള്ള ഇൻഗ്രീഡിയൻസാണ്. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് കുറച്ച് കൂടുതൽ മുളക് പൊടി എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി 2 കുഞ്ഞ് സ്പൂണ്, വലിയ സ്പൂണിലായിക്കോട്ടെ മുളക് പൊടി. പിന്നെ അതിലേക്ക് ചുവന്നുള്ളി, അതല്ലെങ്കിൽ വലിയ ഉള്ളി, അതും ഒരു പകുതിയോ ഒന്നോ എടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് പെരിഞ്ചീരകം, പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ അതുപോലെ വെളുത്തുള്ളി, നമ്മുടെ ഇഞ്ചി, അങ്ങനെയൊക്കെ കൂടെ എടുത്ത് ഈ അരപ്പെല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം ഈ മീനിൽ പുരട്ടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിതിൽ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാതിരിക്കണം, മസാലയുള്ളതല്ലേ. ഇനി നമ്മുടെ പാന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മീനിനെ നല്ല ഭംഗിയായിട്ട് വെച്ച് കൊടുത്ത് അതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലൊക്കെ തൂവി വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുണ്ടാവും. എന്നിട്ട് അത് മെല്ലെ മറിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഉച്ചയൂൺ സ്പെഷ്യലെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാം
ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായിരുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇന്നത്തെ ഉച്ചയൂണ് എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും അഭിപ്രായം പറയണേ. ഓക്കെ, താങ്ക് യു.